വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇടതിനോട് ഇടഞ്ഞു തുടങ്ങുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കളും ശക്തരായ അണികളും. ഇടതുപക്ഷം പ്രത്യേകം ചില നേതാക്കളിലേക്ക് ഒതുങ്ങി ചുരുങ്ങുകയും അവരുടെ ഇഷ്ടങ്ങൾ മാത്രം പാർട്ടിയുടെ ഇഷ്ടങ്ങളായി മാറുകയും ചെയ്യുമ്പോൾ പാർട്ടിക്ക് അപജയം സംഭവിക്കുകയും അത് പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയുടെ ആദർശങ്ങളെ സ്നേഹിക്കുന്ന അണികൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ശക്തിയോടെ നിലനിൽക്കുന്ന ആകെയുള്ളൊരു സംസ്ഥാനം അത് കേരളമായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം കൂടി മാർക്സിസ്റ്റ് പാർട്ടി നഷ്ടപ്പെടുത്താൻ പോകുന്നു എന്നതാണ് സത്യം. അത് തെളിയിക്കുന്ന ഒരു ഇടത് സഹയാത്രികന്റെ ചാനൽ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇല്ല, കാരണം കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് രണ്ട് മുന്നണികളും നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്ന് സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ ഒരു പ്രത്യാഘാതമാണ് സോഷ്യൽ ഫാബ്രിക് മാറാനുള്ളൊരു സാഹചര്യം. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇല്ലാത്തത്ര മതപരമായ രാഷ്ട്രീയ ചിന്തകൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് അപകടകരമായ കേരളത്തിൻ്റെ പോക്കാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ഒരു വല്ലാതെ വിമർശിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ മുഖ്യമന്ത്രി ശ്രീ നാഴികയ്ക്ക് 40 വട്ടം വർഗീയ വിഷം വിളമ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ഒരു വന്ധ്യവയോധികനെ കാറിൽ കയറ്റി എന്ന ന്യായീകരണത്തിന്റെ ഭാഗമായി ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു വന്ധ്യവയോധികനെ കാറിൽ കയറ്റുകയല്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്. മാത്രമല്ല 2024 പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ജൂലൈയിൽ കൂടി ഒരു കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയിരുന്നു കേരളത്തെ സംബന്ധിച്ച്. അത് ആ പ്രമേയത്തിൽ വളരെ കൃത്യതയോടുകൂടി എന്താണ് SNDPയുടെ നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്ന് കേരളത്തിലെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നു, പാർട്ടിയെ അലാം ചെയ്തിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഇത്തരം വർഗീയ പരാമർശങ്ങളെ തടുക്കുന്നതിനോ ചെറുക്കുന്നതിനോ പാർട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. കേട്ടല്ലോ, BN ഹസ്കർ വളരെ കൃത്യമായി തന്നെ കേരളത്തിലെ ഇടത് നേതാക്കളുടെ അപചയത്തെ തുറന്നു കാട്ടുന്നുണ്ട് ഈ ചാനൽ ചർച്ചയിൽ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ഘടന ഭയപ്പെടുത്തും വിധം മാറിയിട്ടുണ്ടെന്നാണ്. വർഗീയതയെ തൊലിയുരിച്ച് കാണിക്കാൻ, വർഗീയതയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ ഇരു മുന്നണികൾക്കും കഴിയുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഹസ്കർ നിലകൊള്ളുന്ന ഇടതുപക്ഷത്തിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ഒരു വന്ധ്യവയോധികൻ നടന്നു പോകുമ്പോൾ സഹതാപാതിരേഖത്താൽ കാറിൽ കയറ്റിയെന്ന വാദം നിലനിൽക്കില്ലെന്നും അതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നാഴികക്ക് 40 വട്ടം വർഗീയത തുറന്നു പറയുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയത് അച്ഛന്തവ്യമായ അപരാധം തന്നെയാണെന്നും അത് ഒരു പാർട്ടി പ്രവർത്തകനും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുമാണ് ഹസ്കർ പറയുന്നത്. പാർട്ടി കർശനമായി വെള്ളാപ്പള്ളി നടേശനെ അകറ്റി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ ഉദ്ദേശം പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെന്ന് മനസ്സിലാക്കിയിട്ടും പിണറായി വിജയൻ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അയാളെ പോലെയുള്ളവരെ കൂടെ കൂട്ടുന്നത് കൊണ്ടാണ് ഇടതിന്റെ പൊളിറ്റിക്കൽ ഫാബ്രിക് മാറുന്നു എന്ന് ഹസ്കർ പറയുന്നത്. ഹസ്കറിന്റെ ചർച്ചയുടെ ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ മൂല്യമുള്ള അണികൾ എന്ന് പറയുന്നത് ഈഴവ സമുദായാംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ അതിന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും പാർട്ടി മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ട്. കാരണം അവർ പോയത് UDFിലേക്കല്ല, അവർ പോയത് പ്രശ്നാധിഷ്ഠിതമായ ഏതെങ്കിലും പാർട്ടിയുടെ പരാജയം കൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ എടുത്ത ഏതെങ്കിലും നിലപാടുകൾ കൊണ്ടോ അല്ല. അവർ പോയത് BJPയുടെ പാളയത്തിലേക്കാണ്. ആ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കുന്നില്ല. ഇതാണ് 2024 പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകത്തെ അലാം ചെയ്തത്. ഇത്തരത്തിലേക്കൊരു പോക്കാണ്. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിൽ വലിയൊരു നിയമപ്രശ്നം കൂടിയുണ്ട്. എന്തെന്നാൽ
പലരും പറയാൻ തയ്യാറാകാതിരുന്നൊരു നിയമപ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി വിജിലൻസ് കേസുകളിൽ അന്വേഷണം നേരിടുന്ന വിജിലൻസ് കേസിലെ പ്രതിയാണ്. ആ വിജിലൻസ് കേസിലെ പ്രതിയെ വിജിലൻസിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി സ്വന്തം കാറിലിരുത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നിയമപരമായി പോയി ഗുരുതരമായ തെറ്റാണ്. ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരം. പാർട്ടി രേഖകൾ പ്രകാരം പാർട്ടി സ്വന്തം കാറിൽ ആളുകളെ കയറ്റുക, സർക്കാർ നൽകിയിട്ടുള്ള കാറുകളിൽ ജനപ്രതിനിധികൾ ആളുകളെ കയറ്റുക എന്നുള്ളത് സംബന്ധിച്ച് പാർട്ടി ചില നിർദ്ദേശമുണ്ട്. അത് പാർട്ടിക്ക് പൊറുക്കാൻ കഴിയുന്ന ഒരു തെറ്റ് മാത്രമാണ്. പക്ഷേ ഇത് പൊതുജനങ്ങൾക്ക് പോലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ്. നിയമപരമായി പോലും തെറ്റായിട്ടുള്ള ഒരു ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം. ഒരു പാരഡൈം ഷിഫ്റ്റ്. കാരണം ഒരു മുസ്ലിം സമൂഹം കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്നും മാറിപ്പോയി. അതിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാണ്. ഇടതൊഴുകി പോകുന്നത് കൃത്യമായും BJP ചേരിയിലേക്കാണെന്നും വെള്ളാപ്പള്ളിയെ കൊണ്ട് ഗുണമുണ്ടായത് ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ അല്ലെന്നും ഹസ്കർ കൃത്യമായ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതുവരെ ഒരു ഇടതുപക്ഷക്കാരനും പറയാത്ത വെള്ളാപ്പള്ളിയുടെ അസ്പൃശ്യതയും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതായത്, വിജിലൻസ് കേസിൽ പ്രതിയാക്കപ്പെട്ട വെള്ളാപ്പള്ളിയെയാണ് സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടു നടക്കുന്നത്. അതായത്, ഒരു കുറ്റാരോപിതനെ സന്തത സാഹചര്യമായി കൊണ്ടു നടക്കാൻ എത്തരത്തിലുള്ള ഒരു മുഖ്യനെ കഴിയുമെന്ന് അണികളും പൊതുജനങ്ങളും ചിന്തിച്ചതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പാർട്ടിയിലെ തീവ്ര വലത്തോട്ടുള്ള ചോർച്ചയെക്കുറിച്ച് ഹസ്കർ പറഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് എടുത്ത സഹയാത്രികനായ റെജി ലൂക്കോസ് BJP പാളത്തിലെത്തിയതും ഒരു മുൻകാല ലോക്കൽ സെക്രട്ടറി BJP പതാക കയ്യിലേന്തിയതും. മുസ്ലിം ലീഗിനെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം അതേപടി മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ഏറ്റെടുത്തതും അതിന്റെ ഭീകരത എത്രമാത്രം വലുതാണെന്നും ഹസ്കർ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഉപ്പ് നോക്കാൻ പോലും ഒരു പ്രതിനിധിയെ കൊടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോയത്. വെള്ളാപ്പള്ളി വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണെന്ന കൗശലമാണ് ഇവിടെ ഏറ്റവും വലിയ അപകടമായി തീർന്നത്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഒരു പേരിൽ മുസ്ലിം ഉണ്ട് എന്ന് ഉള്ളതിന് അപ്പുറം മുസ്ലിം ലീഗ് ഒരു കാലത്തിനും ഒരു വർഗീയ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നൊരു തരത്തിലും നമുക്ക് അവകാശപ്പെടാനാവില്ല. അങ്ങനെ ഒരു വിമർശനം CPM-ന് നാളിതുവരെ ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിനെ എൻഡോഴ്സ് ചെയ്യുന്നത് വഴി അതൊരു അപകടകരമായ രാഷ്ട്രീയത്തിലേക്ക്. നമുക്കറിയാം 1996 ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർന്നു വീഴുന്ന ഘട്ടത്തിൽ അന്ന് ഈ കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തിന് ഇട നൽകാതെ, വർഗീയ കലാപത്തിന് ഇട നൽകാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ അന്ന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ മതനിരപേക്ഷ നിലപാട് അന്ന് അദ്ദേഹം എടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ കേരളം നിന്ന് കത്തുമായിരുന്നു എന്ന് യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ട് ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അവരുടെ മുൻകാല ചരിത്രങ്ങൾ കൂടി പരിശോധിച്ചു വേണം വിമർശന വിധേയമാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് വഴി UDF-നല്ല നഷ്ടം സംഭവിക്കുന്നത്, അത് UDF-ന് വലിയ തോതിൽ രാഷ്ട്രീയ അംഗീകാരം നൽകുന്ന തരത്തിലാണ് മലപ്പുറത്തിലെ തെരഞ്ഞെടുപ്പ് വിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹസ്കർ സത്യത്തെ വളച്ചൊടിക്കാതെ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഹസ്കറിനെ തേടി പാർട്ടിയുടെ അടിയന്തരാവസ്ഥ വന്നു. തനിക്ക് പാർട്ടി വക്താവെന്ന ചാപ്പയും കുരിശും ആവശ്യമില്ലെന്നും താൻ ഇനി മുതൽ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമാണെന്നും പറഞ്ഞ് തന്റെ തലയിൽ ചൂടിയ മുൾക്കിരീടവും തന്റെ കഴുത്തിൽ തൂക്കിയ കുരിശും എടുത്ത് ദൂരെ കളഞ്ഞെന്നാണ് ഹസ്കർ പറഞ്ഞതായി പുറത്തേക്ക് വരുന്ന വാർത്ത. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ആളുകളില്ലാതെ വന്നാൽ അതായിരിക്കും ഇടതുപക്ഷത്തെ ദുർബലമാക്കുകയും BJP-യെ വളർത്തുകയും ചെയ്യുക. ഇടതുപക്ഷം തകരുകയെന്നാൽ BJP ശക്തി പ്രാപിക്കുക എന്നാണ് അതിനർത്ഥം. ഇടതുപക്ഷം തീവ്രത വലതിന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞു സഞ്ചരിച്ചാൽ നമ്മുടെ കേരളത്തിന് നഷ്ടമാകുന്നത് അതിൻ്റെ മതേതര മുഖച്ഛായ തന്നെയായിരിക്കും. അത് നമ്മെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും.